ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. അബി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാ നീ വേറൊന്നും വിചാരിക്കല്ലേ? പറ. അബി, വീണ്ടും നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾ വരും. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അത് തന്നെയാ നിനക്കും വിമലിനും സേഫ്റ്റി. അവള് പറയുന്നതും കറക്റ്റ് അല്ലേടി? അതെ, ഞാനും അത് തന്നെയാ പറയുന്നേ. ശ്രദ്ധിക്കാണ്ടിരിക്കേ. ബൈ അബി. മാഡം, അബി എന്ന ആളിന് കൊറിയർ വന്നിട്ടുണ്ട്. ഈ അഡ്രസ്സിൽ എങ്ങനെ? മാഡം, ഇതിലൊന്ന് സൈൻ ചെയ്യണം മാഡം. മാഡം, ഒന്ന് സൈൻ ചെയ്യണം മാഡം. ഓക്കെ മാഡം, താങ്ക് യു. അബി, കോഫി. അബി, കോഫി. താങ്ക്സ്. എന്തു പറ്റി അബി? എന്തോന്ന് സംസാരിക്കാത്തത്? ഏയ് അബി, എപ്പോഴാടി വന്നേ? ഏയ് ഹെലൻ, ഇങ്ങോട്ട് നോക്കിക്കേ. നന്നായിട്ടുണ്ടല്ലേ? ഈ ഫോട്ടോസൊക്കെ എവിടെ എടുത്ത അബി? എന്തു പറ്റി അബി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെയായിട്ട് ആ മെയിലിന്റെ പ്രശ്നം തീർന്നിട്ടില്ലടേ. എന്താ എന്താടി പറയുന്നേ? ഞാനും വിമലും വെളി പോയപ്പോഴൊക്കെ ആരും ഞങ്ങളറിയാതെ ഫോളോ ചെയ്ത് എടുത്ത പിക്ചേഴ്സാ ഇതൊക്കെ. നിന്നെന്തിനാ ഫോളോ ചെയ്യുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. പക്ഷേ എന്നെ ഒരു അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്താ. എന്ത് അസൈൻമെന്റ് ചെയ്യുന്ന കാര്യം പറയുന്നേ? ഇവന്റെ അടുത്തുള്ള ഹാർഡ് ഡിസ്ക് എടുത്ത് അവന്റെ അടുത്ത് കൊടുക്കണമെന്ന്. ഇത് ചെയ്തില്ലെങ്കിൽ വിമലിനെ കൊന്നു കളയുന്ന എന്നെ ഭീഷണിപ്പെടുത്തുന്നേ. ഇതിനെ പറ്റി വിമലിനറിയോ? അറിയില്ല. അതെന്താ? നിനക്കറിയുന്ന കാര്യമല്ലേ നിഷ? നേരത്തെ വിമൽ ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്താ ആരോ വിമലിനെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്തത്. അതെ, എന്നുവെച്ച് വിമലിനോട് ഇക്കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല നിഷ, വീണ്ടും ഞാൻ കാരണം വിമലിന് ഒരു പ്രശ്നം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത് ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ ഈ അസൈൻമെന്റ് ചെയ്തേ മതിയാവും, ഇല്ലെങ്കിൽ വിമലിനെ അവര് കൊല്ലും. നീ പറയുന്നത് ശരി തന്നെയാ. വിമലിനെ ഇതിലേക്ക് വലിച്ചയക്കേണ്ട. ഈ പ്രശ്നം നമുക്ക് തന്നെ തീർക്കാം. അല്ല, അതല്പം റിസ്ക് ആണെന്നേ ഉള്ളൂ. എന്നാലും നിനക്ക് വേണ്ടി ചെയ്യാം. ഞാൻ റെഡി. ഞങ്ങളും റെഡി. ഇല്ലടി, ഈ കൊലപാതകത്തിനും ഈ മെയിൽ അയക്കുന്നവനും തമ്മി ഇതിലെന്തോ ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ആൻസർ കിട്ടും.
ആദ്യം ഇവനെ പൊക്കാം, എന്നിട്ട് അത് വെച്ച് എല്ലാത്തിനെയും പൊക്കാം. ഇവനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോ ഇവൻ ഫോറിനിൽ പഠിച്ച് ലാസ്റ്റ് 3 months ആയിട്ട് ഇവിടെയുണ്ട്. അവര് റെഗുലർ ആയിട്ട് പോകുന്ന സ്ഥലം ഈ 4 സ്ഥലോ? അബി, എങ്കി അവനെ ടെന്നീസ് കോർട്ടിൽ നിന്ന് പൊക്കിയാലോ? അതൊരു ക്ലബ്ബാ, ഒരുപാട് VIPs വന്നു പോകുന്ന സ്ഥലം. സെക്യൂരിറ്റീസ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, സോ അവിടെ വേണ്ട. നെക്സ്റ്റ്, അപ്പൊ കോഫി ഷോപ്പ് ആയാലോ? അത് പബ്ലിക് പ്ലേസാ, അത് റിസ്ക് ആയിരിക്കും. വേറെ എവിടെ വെച്ച് അവനെ പൊക്കാൻ പറ്റുക? മറ്റുള്ള പ്ലേസിനേക്കാളും അവനെ പബ്ബിൽ വെച്ച് പൊക്കുന്നതാ എളുപ്പം. അതെന്താ? അവിടെ CCTV ഉണ്ടാവില്ലേ? പബ്ലിക്കിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും, പക്ഷെ അവിടെ മാത്രമാണ് എല്ലാവരും ഹാങ് ഓവറിലിരിക്കുന്നത്. അത് മാത്രമല്ല, മിഡ് നൈറ്റും കൂടിയല്ലേ. അവിടെ വെച്ച് പൊക്കുന്നതാ കറക്റ്റ് ഏരിയ. വേഗം വേഗം. എടി, വെള്ളം ഒഴിച്ച് അവൻ എഴുന്നേപ്പിക്കടി. ആരടി നിങ്ങളൊക്കെ? നിങ്ങൾക്കൊക്കെ എന്താടി വേണ്ടത്? അത് വേറൊന്നും അല്ലടാ ചക്കരെ, നിന്റെ പക്കലുള്ള ഹാർഡ് ഡിസ്ക് എനിക്ക് വേണം. അത് എവിടെയുണ്ടെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഐ ഡോണ്ട് നോ. എനി ഡൗട്ട് ആസ്ക് മൈ മാം. എന്തോന്ന് മോമോ? യാ. പ്രിയ, ഇതെന്താ അബി ചെയ്യുന്നേ? എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കത് പറഞ്ഞു മനസ്സിലാവില്ല. പ്രിയ, ഇവനെ സൂക്ഷിച്ചു നോക്കിക്കോണേ. വഴി പോവാം. ഹായ് ആന്റി. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് പ്രണവിന്റെ ഫ്രണ്ട്സാ. ഞങ്ങൾ ഇവിടെ അടുത്ത് വന്നതാ. okay. അപ്പോ പ്രണവിനെ കണ്ടിട്ട് പോവാന്ന് കരുതി. ഓ, പ്ലീസ് കം ഇൻ. ഓക്കെ ആന്റി. സെൽവി, ചായ. ആന്റി, പ്രണവില്ലേ? അവനാണോ? ഇന്നലെ മുതൽ വീട്ടിലേക്ക് വന്നിട്ടില്ല മോളെ. കൊറേ ഫോൺ ചെയ്ത് നോക്കി, പക്ഷെ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ മോളെ. എപ്പോ നോക്കിയാലും അവൻ ഇങ്ങനെയാ ചെയ്യുന്നേ. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ പോകുന്നത് വരെ കുറച്ച് മര്യാദക്കിരുന്നാ മതി. ആദ്യം ഇത് കണ്ടോക്ക്. ഓ മൈ ഗോഡ്, പ്ലീസ് അവനെ ഒന്നും ചെയ്യല്ലേ. ഒന്നുമില്ല ആന്റി. ആന്റിയുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് ഞങ്ങളുടെ കയ്യിലെടുത്ത് തന്നാ ആന്റിയുടെ മോനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. എന്താ? ഹാർഡ് ഡിസ്കോ? എനിക്കൊന്നും അറിയില്ല മോളെ. എന്താ ആന്റി, ആന്റിയുടെ മോനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ടും ഇങ്ങനൊക്കെ പറയുന്നത് ശരിയാണോ? ഹലോ പ്രിയ, ഇവിടെ ഹാർഡ് ഡിസ്ക് തരുമെന്ന് തോന്നുന്നില്ല. നീ അവനെ കൊന്നേക്ക. അയ്യോ, അങ്ങനൊന്നും ചെയ്യല്ലേ മോളെ. നിനക്ക് ഹാർഡ് ഡിസ്ക് അല്ലേ വേണ്ടേ? ഒന്ന് നിക്ക്. പ്രിയ, ഞങ്ങൾ പറയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ. നിങ്ങൾ ചോദിച്ച ഹാർഡ് ഡിസ്ക് ഞാൻ തന്നില്ലേ? എന്റെ മോനെ എപ്പോഴാ നിങ്ങൾ വിടുക? ഞങ്ങളുടെ പണി കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ മകൻ നിങ്ങളുടെ വീട്ടിലേക്ക് സേഫ് ആയിട്ട് വരും. ഹാർഡ് ഡിസ്ക് കിട്ടി. ഈ ഹാർഡ് ഡിസ്ക് കൊണ്ട് അവരുടെ കൊടുത്താൽ എല്ലാ പ്രശ്നവും ഇതോടെ തീരും. അബി, അങ്ങോട്ട് നോക്ക്. പ്രിയ, ഇതെന്തു പറ്റിയടി? പ്രിയ, 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 എനിക്ക് എഴുന്നേൽക്കാൻ. പ്രിയ, എടി, പ്രിയ, പ്രിയ, എടി എന്തു പറ്റി? Are you okay? എന്നെ അവൻ തല്ലിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയടി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ശരി, വിട്ടേക്ക. ഹാർഡ് ഡിസ്ക് എന്തായാലും കിട്ടി. ഇനി അവന്റെ ആവശ്യം നമുക്കില്ല. ഇതിന് മാത്രം ഹാർഡ് ഡിസ്കിൽ എന്താ ഉള്ളത്?
എന്താടി ഇത്? എന്തൊക്കെ കാണിക്കുന്നത്? ഇത് വേറൊന്നുമല്ല, ബ്ലാക്ക് മണി സൂക്ഷിക്കുന്ന വലിയ വലിയ പണക്കാരുടെ കണക്കിലില്ലാത്ത ക്യാഷിന്റെ ഡീറ്റെയിൽസാ. ഇതിനു വേണ്ടി അവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. അവരാരാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്.